നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്കും കൂടാതെ കുറച്ച് കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രണയബന്ധത്തിലെ കാത്തിരിപ്പിന്റെ അവസാന നാളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയിൽ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി പൂർണ്ണമായ നന്ദിയോടുകൂടി മനസ്സോടുകൂടി ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊർജത്തിലേക്ക് വായനയിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പുതിയ ബന്ധത്തിന് വേണ്ടിയിട്ട്, പുതിയ ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഉള്ള ബന്ധം തന്നെയാണ്, പക്ഷെ അത് ഒന്നും കൂടി നല്ല രീതിയിൽ പുതുക്കിയെടുത്തുകൊണ്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറെ നാളുകളായി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വ്യക്തതയിലേക്ക് ചേരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ലഭിക്കേണ്ടതുമായിട്ട് ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മുന്നിൽ ചുരുളഴിഞ്ഞതായിട്ടാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങളും അതുപോലെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങളും ചില മോശക്കേടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ വ്യക്തി വേറെ പലവരെയും വേണ്ട എന്ന് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മറ്റു പലവരെയും എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് തീർത്തും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ആണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. പോസിറ്റീവായ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുമായി നല്ല രീതിയിൽ പ്രണയിക്കുവാനോ ഒരുമിച്ച് ജീവിക്കാനോ അനുവദിക്കാത്ത വളരെ മോശപ്പെട്ട വ്യക്തികൾ. അതൊരു പക്ഷെ അതിശക്തരായിട്ടുള്ള തേർഡ് പാർട്ടികളായിരിക്കാം. അത് കുറേ കാലങ്ങളായി നിങ്ങളുടെ കഴുത്തിന് ചുറ്റിനും ചുറ്റിക്കൊണ്ട് നിങ്ങൾ അത്രയും കഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്നും അകന്നു നിന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ പുതിയ തുടക്കമൊന്നും വേണ്ട, ഇതെല്ലാം ഒന്ന് ആറി തണുത്തതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് വന്നാൽ മതി എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് തീർത്തും കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും വേണ്ടി തന്നെയാണ്, അതിലേക്കാണ് കൂടുതൽ നോട്ടവും അതിലേക്കാണ് കൂടുതൽ പ്രാധാന്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിവിശേഷമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ. ഇതിന്റെ പിന്നിലൊക്കെ വിജയം നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയാണ്. കാരണം നിങ്ങൾ ഏറെ കാലമായി കാത്തിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ മാത്രമല്ല, ഈ വ്യക്തിയും ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന മറ്റു പലവരും, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാര്, ഈ വ്യക്തിയുടെ വീട്ടുകാര്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാര്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കല്യാണം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതായി കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർത്തും ഇത് ഒരു കൂട്ടം ജനങ്ങളുടെ സന്തോഷമായിട്ടാണ് ഇതിലൂടെ കാണുവാനായി സാധിക്കുന്നത്. ഈ വ്യക്തി ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി തന്നെയാണ്. കാരണം ഇനിയും നിങ്ങളെ ഇട്ട് വിഷമിപ്പിക്കുന്നത് അത്ര നല്ലതല്ല എന്നും അത് നല്ലതിന്റെ സൂചനയല്ല എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. കർമ്മത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തിയായി കാണപ്പെടുന്നു. കാരണം ഇതിനോടകം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തിരിച്ചടികൾ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. ഇത് തീർത്തും നിങ്ങളുമായിട്ടുള്ള ഊർജത്തെ തന്നെയാണ് ഈ വ്യക്തി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഓരോ വീഴ്ചകൾ സംഭവിക്കുമ്പോഴും ഓരോ നെഗറ്റീവും സംഭവിക്കുമ്പോഴും ഈ വ്യക്തി മറിച്ചും തിരിച്ചും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും
വളരെയധികം നന്നായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം നന്നായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതൊരിക്കലും സാധാരണ രീതിയിലുള്ളൊരു ചിന്തയായിരുന്നില്ല. അതിലൂടെ വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇത്രയും കാലം ഈ വ്യക്തി നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ മറ്റു പല വ്യക്തികളെയും നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടും മടുപ്പിക്കുന്നതായിട്ടും ദേഷ്യം ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടും കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ അത്രയും താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കാം ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോകാനായിട്ട് പോകുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് എന്ത് തന്നെയായാലും ആ ഒരു തീരുമാനം എടുത്തേ തീരൂ. കാരണം അത്തരം സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല വിധത്തിലും ഈ വ്യക്തി സന്തോഷിക്കാൻ ശ്രമിക്കുന്നതായി കാണപ്പെടുന്നു. അത് സാമ്പത്തികത്തിലൂടെയാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ പാരമ്പര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാര് നിമിത്തമായിരിക്കാം, പല രീതിയിലും ഈ വ്യക്തി സമാധാനം കണ്ടെത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. പക്ഷെ എന്തുകൊണ്ടോ അതിലൊന്നും ഒരു സംതൃപ്തി ലഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പുതിയ തുടക്കം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യക്തി തന്നെയാണ്. ധാരാളം സമ്പാദിച്ചിരിക്കുന്നു. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ തരണം ചെയ്ത് ഈ വ്യക്തി മുന്നോട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ പരിഹരിച്ച് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളോട് കൂടിയാണ്, അല്ലെങ്കിൽ ഭദ്രതയോട് കൂടിയാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത്. അത് തീർത്തും ഒരു സാധാരണ രീതിയിലുള്ള തുടക്കമല്ല. എന്നേക്കുമായുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിനോ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിക്കൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ചാരിയറ്റ് എനർജിയാണ് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റു പലവരും ശ്രമിക്കുന്നുണ്ടാകാം. ഈ വ്യക്തിയെ ആണെങ്കിലും നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടിയിട്ടും മറ്റു പലവരുമായിട്ട് കോർത്തിണക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. ഇപ്പൊ രണ്ട് രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം മിടുക്കരായ, വളരെയധികം ചെറുപ്പം നിലനിർത്തുന്ന വ്യക്തികളായിട്ട് കാണപ്പെടുന്നു. ഊർജ്ജസ്വലതയും ഉത്സാഹവും മറ്റുള്ളവരുടെ കണ്ണിലേക്ക് വളരെയധികം ആകർഷണമാണ് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാണെങ്കിലും ഈ വ്യക്തിക്കാണെങ്കിലും വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റു പലവരിലേക്കും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടം നേടിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും ഇടം നേടിയിട്ടുള്ളതായി കാണപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും പല രീതിയിലും സ്വന്തമാക്കാൻ പലവരും നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വരുന്നതായിട്ട്, മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് പരാജയപ്പെട്ട് തിരിഞ്ഞു പോയതായിട്ടും കാണപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ഈ ഒരു പ്രണയബന്ധം മടുത്തിട്ട് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാം എന്നുള്ള വ്യാഖ്യാനയിൽ നിങ്ങൾ മറ്റു പലവരുമായിട്ട് കൂട്ടുകൂടാനും അവരുമായിട്ട് പ്രണയബന്ധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്കോ പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവിടെയെല്ലാം പ്രപഞ്ച ശക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ വന്ന് തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വേർപിരിഞ്ഞു പോകേണ്ട വ്യക്തികളല്ല, കമിതാക്കളല്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നുള്ള സത്യം ഇപ്പോഴാണ് ചുരുളഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല സത്യങ്ങളും ഈ പ്രണയബന്ധത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയാണ്. നിങ്ങൾ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും മാനസികപരമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു നോവൽ അത് എന്തായാലും ഉറപ്പാണ്. കാരണം ഇവിടെ വേണ്ടപ്പെട്ടവരെ മറ്റു പലവരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലെയോ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ വളരെയധികം വേറിട്ട് നിൽക്കുന്നു നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒന്നിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വീട്ടുകാരുമായിട്ടൊക്കെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം, നിങ്ങൾ ദൂരേക്ക് മാറിപ്പോകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാത്തിരിപ്പ്, അതായത് നിങ്ങൾ ഏറെ കാലമായി ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള സത്യവും ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അത് മറ്റു പലവരിൽ നിന്നും അതുപോലെ മറ്റു പലവരുടെ സാന്നിധ്യത്തിൽ നിന്നുമൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായ സ്നേഹത്തെ തിരിച്ചറിയുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നു ചേരാം. അത് ഒരു ഭീഷണി സ്വരത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറി പോണം എന്നിങ്ങനെയുള്ള രീതിയിലുള്ള ഉപദേശമോ അല്ലെങ്കിൽ താക്കീതോ ആയിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇതൊരു ജനറൽ വായനയാണ്, അതുകൊണ്ട് എത്ര പേർക്ക് ഇത് റീസണേറ്റ് ആകും എന്നുള്ളത് അറിയില്ല. പക്ഷെ അത്തരം ഒരു സാഹചര്യം കൂടെ നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. കാരണം ഓരോന്ന് ചിന്തിച്ച് സ്വന്തം മനസ്സിലെ ആ ഒരു സ്വന്തം മനസ്സ് നശിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുകയാണ് വേണ്ടത്. അപ്പൊ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത്. ഇവിടെ തീർത്തും ഒരു യുദ്ധത്തിന്റെ ആവശ്യമുണ്ട്. കാരണം അത്രമേൽ റിവേഴ്സ് എനർജിയാണ്, അല്ലെങ്കിൽ അത്രമേൽ തടസ്സപ്പെടുത്തുന്ന എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വ്യക്തിയുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള വാശിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ റീസണേറ്റ് ആയാൽ ദയവായി ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അറിയാവുന്ന വ്യക്തികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.